10 രൂപ താ ചേച്ചി. ചോറ് എന്നിട്ട് കുറേ നാളായി ചേച്ചി. 10 രൂപ താ ചേച്ചി. പൊറോട്ട ഇറക്കിയാൽ അല്ലെങ്കിൽ ബിരിയാണിയാ. ചേച്ചി 10 രൂപ താ ചേച്ചി. എന്ത് കിട്ടാനാണ്? ഞാൻ ചോറ് എന്നിട്ട് കുറേ നാളായി ചേച്ചി. കുറെ നാളായി. എന്താ തിന്നത്? എന്താ തിന്നത്? 10 രൂപ താ ചേച്ചി. ചോറ് കിട്ടുവാങ്ങോ 10 രൂപ. ആഴ്ച വീഴരുത്. തിരക്കി തിരക്കി കേട്ടാ. വീട് വാങ്ങിക്കാൻ 10 രൂപയായി. നീ എവിടെയാണ് കുട്ടാ? കുട്ടാ എവിടെയാണ് കുട്ടാ? കുട്ടാ എവിടെ പോയത് കുട്ടാ? മോനെ കുട്ടാ, 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 മോനെ കുട്ടാ, 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 മോനെ എവിടെ പോയേക്കോ നീ? മോനെ കുട്ടാ, കുട്ടാ, കുട്ടാ ഇല്ലേ ഇരിക്കുന്നുണ്ടല്ലോ, ഇവിടെ ഇരിപ്പുണ്ടല്ലോ കുട്ടാ. കുട്ടാ നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചടാ. നീ എവിടെ പോയേച്ചി? എന്താണ് ഇവിടെ വന്നിരിക്കണ നീ? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച്? എന്താ വിശക്കുന്നുണ്ടാ? ഞാൻ ചോറിനാ കാശ് തന്നതല്ലേ, എന്തിനാ ഇവിടെ വന്നിരിക്കണത്? ചോറാ? ചോറിന് പൈസ എന്തേ? പൈസ എന്തേ? പൈസ എന്തർക്ക്? ചോറിന് കാശ് തന്നിട്ട് എന്തേ? വീഡിയോ എന്തിനാ മേടിച്ചത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ആരോടൊന്നും മേടിച്ച് പഠിക്കരുതെന്ന്. വിശക്കണാ? വിശക്കണ്ടാ? കാശ് മേടിച്ച് ആ നല്ല പോലെ കേട്ടാ. മരിച്ചപ്പോ തല കറങ്ങുന്നു. അപ്പൊ എന്താണ് കഴിച്ചത്? ഒന്നും കഴിച്ചില്ല, 2 പുക എടുത്തതാണ്. ആണോ? അതെന്ത് പേടിയാണത്? എന്താന്ന് അറിയില്ല, എനിക്കറിയില്ല. അതാ മേടിച്ച് വലിക്കരുതെന്ന് പറയുന്നത്. ശരീരത്തിന് അതൊന്നും ഞാൻ 2 പുക എടുത്തായിരുന്നു, അപ്പൊ തല കറങ്ങാനായിരുന്നു. അപ്പൊ അത് സിഗരറ്റ് അല്ല, കഞ്ചാവാണ്. അത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും ഒന്നും മേടിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഒരാള് തന്നതാണ് എനിക്ക് വലിക്കാനാ. അതാ പറഞ്ഞത്. വലിച്ചത് ശരീരത്തിൽ നിന്നും കൊള്ളൂല, കേടാണ്. എനിക്ക് അറിയാൻ പാടില്ല. എന്തിനാ പുറത്തോട്ട് പോകുന്നത്? ഭക്ഷണം കഴിക്കാൻ പൈസ വന്നല്ലേ, പിന്നെ എനിക്ക് ചോറ് വേണം. ഇപ്പൊ വേണം? വിശക്കുന്നുണ്ടാ? അയ്യോടാ, സിഗരറ്റും മേടിച്ച് വലിച്ച് കഞ്ചാവൊക്കെ വലിച്ചു മാറി ഇരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന എനിക്ക് ആരാനുള്ളത്? ഇനി ഞാൻ പോകൂല. നീ എങ്ങനെ പോന്ന? ചേച്ചി എവിടെയെങ്കിലും പോയിക്കളെ. ചേച്ചിക്ക് ആരുമില്ല, നീയല്ലേ എനിക്ക്. സത്യമായിട്ടും പോകൂല. ശരി ശരി. ചേച്ചിക്ക് ആരുമില്ല കേട്ടാ, എങ്ങും പോകരുത് കേട്ടാ. കേട്ടാ, ചേച്ചി ഓടിപ്പോയത് വീട്ടിലുണ്ടാവണം കേട്ടാ. പോകൂല. അതെ, എന്റെ അനിയനാണ് ഇത്. ഞാൻ കാണാനിട്ട് കുറച്ച് ദിവസമായി ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ കുറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പോഴാണ് കണ്ടുകിട്ടിയത്. എന്നിട്ട് പൈസ കൊടുത്തിട്ടാ ഞാൻ പോയത് ഭക്ഷണം കഴിക്കാൻ. അതിന് വീട് മേടിച്ചു വെച്ചെന്നാ പറയണം. അതെ, അയ്യോ അതൊന്നും മരിക്കാൻ പാടില്ല. എനിക്ക് ഒരാള് തന്നതാണ് കഴിക്കാൻ. 2 പുക എടുത്ത് ഞാൻ കറങ്ങുന്നു. അയ്യോ അതൊക്കെ വല്ല കഞ്ചാവ് തല കറങ്ങൂലല്ല. അത് ഉപയോഗിക്കുന്നത്. ഒന്നാമത് ഇപ്പൊ MDM, കഞ്ചാവ്, മയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവര് ഇങ്ങനെ കൊടുത്ത് അവരുടെ ഇതിലേക്ക് വരുത്താനും വേണ്ടിയിട്ടാണ്, അവർക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പിള്ളേരുടെ കാര്യം നമ്മൾ നോക്കണം. പിന്നെ അത് തന്നെയല്ല, ഈ MDMന്റെ ഒരു തരി മതി, നമ്മൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലല്ല പിന്നെ അതിനെ അടിമയായിട്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും പിള്ളേര്. അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഓരോ വീടുകളിൽ ഓരോരുത്തർ കൊല്ലല്ലേ കാശ് വേണ്ടിട്ട് ചെയ്യണതൊക്കെ. കാശ് കിട്ടാണ്ടാവുമ്പോ അവർക്ക് ഭയങ്കര ദേഷ്യമാവും. പിന്നെ അച്ഛനാണോ അമ്മയാണോ ആരാണോ ചിന്തയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാലേ, നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ലഹരിക്ക് ശക്തമായിട്ട് പോരാടുന്ന ഒരാളാണ്. ഞാൻ ഒരു പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ നമുക്കെല്ലാവർക്കും
ഈ കേരള സമൂഹത്തിൽ നിന്നും ഈ സാധനം ലഹരി തുടച്ചു നീക്കണം. തുടച്ചു നീക്കിയാൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തില് അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും അനിയനായാലും എല്ലാവർക്കും സമാധാനം സ്വസ്ഥവും സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ലഹരി എന്നുള്ള വിപത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ശക്തമായിട്ട് പോരാടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ കൊച്ചു വയ്യാത്തതാണ്. അപ്പൊ ആ കൊച്ചിന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശരിക്കും. പുറത്തുള്ള ആൾക്കാർക്ക് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പുറത്തുള്ള ആൾക്കാർ ആരാന്ന് വെച്ചിട്ടാണ് നോക്കണതൊക്കെ. അപ്പൊ നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങളുടെ കുട്ടീനെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ തൽക്കാലം അവനെ വീട്ടിൽ കൊണ്ടുപോകും. അവന് വിശക്കുണ്ടെന്നാ പറയണേ. എന്തേലും മേടിച്ചു കൊടുക്കും. കൊണ്ടുപോകോ? പിടിക്കണ പിടിക്കണ്ടല്ല. വീഴരുത് കേട്ടോ. അതെ കുട്ടം വീണ ചേച്ചിയും വീഴും. അതാ കേട്ടോ. അതെ നടക്കേ. അതെ 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 അതെ. ലഹരി നമ്മുടെ നാടിന്റെ ശാപമാണ്. എന്തെല്ലാം കേട്ടാലാണ് നമ്മുടെ കാതൊന്നടയുന്നത്, എന്തെല്ലാം കണ്ടാലാണ് നമ്മുടെ കണ്ണൊന്നടയുന്നത്. വല്ലാത്തൊരു നാട് തന്നെ.